കൂട്ടുകാരെ, ഈ വർഷത്തെ അവസാനത്തെ മാമ്പഴം എന്ന് പറയാവുന്ന മാമ്പഴം പേര് വിക്രം, IMCP വിക്രം. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് പറയണം. ഇന്നത്തെ ഡേറ്റ് ജൂലൈ 25. ജൂലൈ 25 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മാമ്പഴക്കാലം കഴിഞ്ഞ് 2 മാസം ഏകദേശം ആയി. മെയ് മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈ ആയി. ജൂലൈ 25 അത്രയും ദിവസമായി മഴയൊക്കെ കൊണ്ട് പപ്പട പരിപാടികൾ വാങ്ങിയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ വിക്രത്തിനൊന്ന് കഴിച്ചു നോക്കാം. ഈ വിക്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത്ര മഞ്ഞ കളറെ വരലോട്ടാ. ഒരു ഭയങ്കര പൂർണ്ണമായ മഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല, ഒരു പച്ച ഷെയ്ഡുകൾ അതിൻ്റെ ഉള്ളിൽ വരും. ഇത്രയും ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഈ മാങ്ങ പഴുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഏകദേശം ഏപ്രിൽ ലാസ്റ്റ് മുതൽ ഈ മാങ്ങ മൂത്ത് തുടങ്ങും. അത് അൺടിൽ ഈ ഒരു ജൂലൈ മാസം അവസാനം വരെ ഇതിമ്പോൾ മാങ്ങ കിട്ടും. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. നമ്മളുടെ കാറ് വർണ്ണൻ്റെ ഒരു നിറമുണ്ട് മഴ കൊള്ളുന്നതിന് മുമ്പുള്ള മാങ്ങകൾക്ക്. ഒരു ചെറിയൊരു അത്രയും നീല നിറം ഇല്ലെങ്കിലും എന്താ പറയുക, ഒരു ചെറിയൊരു നീല ഷെയ്ഡ് ഈ മാങ്ങയ്ക്കുണ്ട്. പിന്നെ ഞാനൊരു പ്രാവശ്യം ഇത് കഴിച്ചിട്ടുള്ളൂ. അന്ന് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ആഷിബ്രോ കഴിച്ചിട്ട് ആൾ ഭയങ്കര നല്ല റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ആൾ പറഞ്ഞ് ഇതിൻ്റെ തെയ്യം എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം. ഈ ജൂലൈ 25 ഇത്രയും മഴ കൊണ്ടിട്ട് പിന്നെ എന്തെങ്കിലും കുറവോ കൂടുതലുണ്ടാകാൻ വഴിയില്ല, കുറയാനേ വഴിയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഈ സമയത്ത് എന്തോരം ക്വാളിറ്റി ഉണ്ടെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുറിക്കാൻ പോവാണ് കേട്ടോ. വളരെ ചെറിയ തോതിൽ ഒരു നാര് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മണം ഒരു നോർമൽ നീലമാങ്ങയുടെ ഒക്കെ സാദൃശ്യമുള്ള തരത്തിലൊരു മണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കഴിക്കുമ്പോൾ ഉണ്ടോ എന്നൊക്കെ അറിയില്ല. എന്തായാലും ഞാൻ ആ മുറിച്ച ഭാഗം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. ഇതിൻ്റെ പുഴുശല്യമൊക്കെ പറയാന്ന് വെച്ചാൽ, പുഴുശല്യം മഴയത്ത് ലാസ്റ്റ് മാങ്ങൾക്കുണ്ട്. അത് പറിച്ച് വെച്ചാൽ അത് നമുക്ക് ഏകദേശമൊക്കെ കിട്ടും. പിന്നെ ആ ചൂടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ കഴിച്ച് നോക്കാം. നല്ല സ്വാദുണ്ട്. നമ്മൾ കഴിച്ച് മറന്ന ഏതൊക്കെയോ മാങ്ങകളായിട്ട് നല്ല സാദൃശ്യം തോന്നുന്നുണ്ട്. നല്ല സ്വാദുണ്ട്. കുറച്ച് വളരെ ചെറിയ തോതിൽ വാട്ടർ കണ്ടൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മഴയിലായിരിക്കാം. നല്ല ഇഷ്ടമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ തൊലിയോട് ചേർന്ന് ചെറിയ രീതിയിൽ ചുണക്കുത്തുണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്രിക്സ് ഒന്ന് അളന്ന് നോക്കാം. ബ്രിക്സ് 24, കറക്റ്റ് 24 കിടക്കുന്നത് കേട്ടോ. 24 അപ്പം അതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഈ ഫ്ലേവറിൽ ഒരു കാര്യം കൂടി എനിക്കൊരു പറയാനുണ്ട്. നമ്മൾ ഈ മാങ്ങ ഷെയ്ക്ക് അടിക്കുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു ഫീലിങ്ങിൽ വരുന്നുണ്ട്. അതായത് ചെറിയൊരു മിൽക്കി ഫ്ലേവർ. അതായത് നമ്മൾ ഹൃദയ പോലത്തെ ഒരു ഐസ്ക്രീം ഫ്ലേവർ അല്ല. അതുപോലെ ഒന്ന് രണ്ട് നമുക്ക് ഉള്ളിൽ വെള്ളയായിട്ടുള്ള മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. മിൽക്കിൻ്റെ ശരിയായ രീതിയിലുള്ള ഫ്ലേവറുള്ള മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. അത്ര ഇല്ല. അതെന്ന് വെച്ചാൽ എവിടെയോ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു എന്തൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് മാമ്പഴം നല്ല ഇഷ്ടമായി. ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണുന്നത് പാലക്കാടാണ്. ഈ സമയത്താകുമ്പോൾ മാങ്ങയുണ്ട്. പാലക്കാട് ടൗൺ ഏരിയ ആണ്. അവിടെ അത്യാവശ്യമൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ്. അപ്പോൾ ഈ സമയത്തും
അവിടെ മാങ്ങയുണ്ട്, അതൊരു നല്ലൊരു പോയിൻ്റ് ആയിട്ടിട്ട്. അത് എല്ലാ കൊല്ലവും ഉണ്ട്. ഞാനൊരു 2020 മുതൽ 22 മുതൽ 20, 21, 22 ആ കാലഘട്ടം മുതൽ 2026 വരെ കാണുന്ന ഒരു മാവാണ്. എല്ലാ വർഷവും കാണുന്ന മാവാണ്. ഞാനൊരു പ്രാവശ്യം മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അതേ പിന്നെ എല്ലാ വർഷവും ഞാനത് നോട്ട് ചെയ്യാറുണ്ട് മാവ്. കാരണം അതൊരു നല്ലൊരു നമുക്ക് നോട്ട് ചെയ്യാൻ ഓർമ്മ നിൽക്കുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു മാങ്ങയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. 24 ബ്രിക്സ് ഉണ്ട്. പിന്നെ ഇത്രയും മഴക്കാലത്താണ് ഈ രുചി എന്ന് ആലോചിക്കണം. അപ്പോൾ മഴയ്ക്ക് മുമ്പ് രുചി കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യത ഞാൻ കാണുന്നില്ല. 24 ബ്രിക്സ് എന്നുള്ളത് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനായിട്ട് യാതൊരു സാധ്യതയും കാണില്ല. പിന്നെ ഈ ചുണക്കുത്തും മഴയുടെ ഭാഗമായിട്ട് മാത്രമേ ഞാനത് പറയുന്നുള്ളൂ. ആ ചെറിയ ചുണക്കുത്താണ്, വലിയ ചുണക്കുത്തൊന്നും പറയില്ല, ചെറിയ ചുണക്കുത്ത്. പിന്നെ വാട്ടർ കണ്ടൻറ്റും ഇതിപ്പോൾ കാണിക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എനിക്ക് അന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതും ഞാനിത് എന്താ പറയുക ഈ മഴയുടെ ഭാഗമായിട്ട് കാണുന്നുള്ളൂ. ഇതൊക്കെ ആ മഴക്കാലത്തിന് മുമ്പ്. പിന്നെ മഴ സമയത്ത് വീട്ടിൽ കാക്കിയാണെങ്കിൽ കേട്ടോ നമ്മൾ ആ കാലാവസ്ഥയും കൂടി കൊണ്ടുവരേണ്ടി വരും. ആ കാലാവസ്ഥ എല്ലായിടത്തും ഫലിക്കുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ മാവിന് അങ്ങനെ സ്വഭാവം ഉണ്ടോയെന്നും എനിക്കറിയില്ല. നമുക്കിത് പുതിയ കണ്ടെത്തുന്ന മാവുകളാണ്. അപ്പോൾ കാലാവസ്ഥയും എല്ലാം കൂടി യോജിച്ച് ഇത് എല്ലായിടത്തും ഇതേപോലെ കാക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു മാമ്പഴമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഇത് ഭയങ്കര ഇഷ്ടമായി. തൊലിയിലെ ഭാഗത്ത് അധികം കളി കളിക്കാണ്ടിരുന്നാൽ മതി, അവിടെയാണ് ചുണക്കുത്തുള്ളത്, ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് വിക്രം എന്ന് പറഞ്ഞ മാമ്പഴത്തിൻ്റെ റിവ്യൂ. ഈ പേര് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിന് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇനി ഇത്രയും നല്ലൊരു മാമ്പഴം വിക്രം എന്നുള്ള പേരിൽ കിഴാൻ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ പേര് മാറും, വേറെ മാറും. ഇതൊരു കൺസർവേഷൻ പ്രൊജക്റ്റായിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കും. അത് ഭാവിയിൽ കൂടുതൽ ആൾക്കാർ കഴിച്ചതിന് ശേഷം ഇനി തൈകൾ വേണമോ എന്നുള്ള ചിന്ത വന്നതിന് ശേഷം മാത്രം നമ്മളത് തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നല്ലൊരു റിവ്യൂ ആണെന്ന് നിങ്ങൾക്ക് ഞാൻ തന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ മാവിനെ കുറിച്ചും പല പുതിയ മാവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ചേരുക. നമുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്, അതിലും ചേരുക. വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി ഇതിൻ്റെയൊക്കെ തൈകൾ, ഇതിൻ്റെ വിവരമൊന്നും എനിക്കറിയില്ല, വേറെ മാവുകളുടെ നല്ല മാവുകളുടെ മാമ്പഴങ്ങളുടെ തൈകൾ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കൂട്ടായ്മയിൽ ചേരുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.